കാണാതായ പണമിടപാടുകാരനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തൽ. തലയോലപ്പറമ്പ് സ്വദേശി മാത്യുവിന്റെ തിരോധാനത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. പ്രതിയുടെ പിതാവാണ് 8 വർഷം മുൻപ് നടന്ന കൊലയുടെ വിവരം നൽകിയതെന്ന് കാണാതായ മാത്യുവിന്റെ മകൾ നൈസി പോലീസിന് വിവരം നൽകിയിരുന്നു. തുടർന്ന് പോലീസ് പരിശോധന നടത്തി. മാത്യു അപ്രത്യക്ഷമായി വർഷങ്ങൾ പിന്നിടുമ്പോഴും തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു മാത്യുവിന്റെ കുടുംബം. അതിനിടയിലാണ് മാത്യുവിന്റെ സുഹൃത്തായ അനീഷ് ഒക്ടോബർ 23-ന് കള്ളനോട്ട് കേസിൽ തിരുവല്ലയിൽ അറസ്റ്റിലായത്. ഇയാൾ ജയിൽവാസത്തിനിടെ കണ്ടുമുട്ടിയ പ്രതി അനീഷ് നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് അനീഷിന്റെ അച്ഛൻ വാസുവിനയച്ച കത്താണ് കൊലപാതകത്തിലേക്കുള്ള ചുരുളഴിച്ചത്. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിനായി കൊല്ലപ്പെട്ട മാത്യുവിന്റെ മകൾ നൈസി വാസുവിനെ ഫോൺ ചെയ്ത് വിവരങ്ങൾ റെക്കോർഡ് ചെയ്ത് പോലീസിന് നൽകി. ചേട്ടന് ഉറപ്പാണല്ലോ എന്റെ അപ്പം മരിച്ചു എന്നുള്ളത്? ഉറപ്പ് തന്നെ. കൊന്നതാണോ ഇത് ശരിക്കും? അതെ. എത്ര വർഷമായി മുമ്പ് കൊന്നു? 7 കൊല്ലായി. എന്നിട്ട് ചേട്ടൻ ഇത് അറിയായിരുന്നോ നേരത്തെ? എനിക്കറിയാൻ പാടില്ല. ഇപ്പഴാണ് അറിഞ്ഞത്. മോളിൽ എപ്പോഴും വേണം കൊടുത്തു. ഞാൻ പറഞ്ഞോളൂ പറഞ്ഞില്ലേ. ശരി ചേട്ടാ. കേട്ടാ. അനീഷിനെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു മൃതദേഹം തലയോലപ്പറമ്പിലെ പള്ളിക്കവലക്ക് സമീപമുള്ള കെട്ടിടത്തിനുള്ളിൽ കുഴിച്ചിട്ട കാര്യം അറിയുന്നത്. തുടർന്ന് സംഭവസ്ഥലത്തെത്തി പോലീസ് അവശിഷ്ടങ്ങൾക്കായി തിരച്ചിൽ നടത്തി. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് GOP മനോജിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ പോലീസ് മേധാവി KG സൈമൺ, ഇന്റലിജൻസ് DYSP ജിനദേവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജയിലിൽ നിന്ന് അനീഷിന്റെ സുഹൃത്ത് അയച്ച കത്തുകളിലൂടെയാണ് കൊലപാതക വിവരം താൻ അറിയുന്നതെന്ന് തലയോലപ്പറമ്പ് കൊലപാതക കേസിലെ പ്രതി അനീഷിന്റെ അച്ഛൻ വാസു. ജയിലിലെ സഹതടവുകാരനായ പ്രേമനോട് അനീഷ് കൊലപാതക വിവരം വിശദമായി പറഞ്ഞിരുന്നു. അനീഷ് 7 മാസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമാണ് പ്രേമൻ ഇക്കാര്യങ്ങൾ കത്ത് മുഖേന വാസുവിനെ അറിയിച്ചത്. 6 കത്തുകളാണ് തിരുവനന്തപുരം സ്വദേശിയായ പ്രേമൻ ഗുജറാത്ത് ജയിലിൽ നിന്നും വാസുവിന് അയച്ചത്. ഇതിൽ ഒരു കത്ത് വാസു ബന്ധുവിനെ കൊണ്ട് വായിപ്പിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയുന്നത്. 6 കത്തിൽ 1 കത്തിക്കുകയും ബാക്കിയുള്ള കത്തുകൾ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തുവെന്ന് വാസു പറഞ്ഞു. ഗുജറാത്തിൽ 7 മാസമായിട്ടുള്ളൂ. 7-8 മാസമായിട്ടുള്ളൂ. 8 മാസം മുമ്പാണ് വിളിച്ചറിയിച്ചത്. അല്ല, എഴുത്തറിയിച്ചത്. ഇദ്ദേഹത്തിന് മറ്റുള്ള കാര്യങ്ങൾ അറിയാം. അപ്പൊ കൊലപാതകം നടന്നെന്ന് പറഞ്ഞപ്പോ ബാക്കി കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാലോ. എഴുത്ത് ഉണ്ടോ ഇവിടെ കയ്യിലുണ്ടോ? ഞാൻ ഇവിടെ വല്ലപ്പോഴും ഞാനിവിടെ വീട്ടിൽ കാണാറില്ല. രാവിലെ പോയാ വൈകിട്ട് ഇങ്ങനെ വല്ല എഴുതുമ്പോഴൊന്നും അവിടെ മേടിച്ചിട്ടേക്കും. നമുക്ക് വായിക്കേണ്ട കാര്യമില്ല. വല്ലപ്പോഴൊക്കെ വരും. അപ്പോഴും ഞാൻ ഇങ്ങോട്ട് കാണാറുമില്ല. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം വീണ്ടും കള്ളനോട്ട് കേസിൽ പ്രതിയായ അനീഷ് കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയാതിരിക്കാനാണ് കൊലപാതക വിവരം കൊല്ലപ്പെട്ട മാത്യുവിന്റെ മകൾ നൈസിയോട് കഴിഞ്ഞ ശനിയാഴ്ച ഫോണിൽ വിളിച്ച് അറിയിച്ചത്. അനീഷിന്റെ റെന്റേ കാർ മറ്റൊരു സുഹൃത്ത് വാടകയ്ക്ക് കൊണ്ടുപോയത് തിരിച്ചു കിട്ടാതെ വടക്കം പറവൂർ പോലീസ് സ്റ്റേഷനിൽ അകപ്പെട്ടു. ഇത് തിരിച്ചെടുക്കുന്നതിനായി 1 ലക്ഷം രൂപ കൊല്ലപ്പെട്ട മാത്യുവിൽ നിന്നും പലിശയ്ക്ക് വാങ്ങിയതിനെ തുടർന്നുള്ള സാമ്പത്തിക ഇടപാടുകളുടെ തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വാസുവിന് ലഭിച്ച വിവരം. കൊലപാതകത്തിന് ശേഷം അനീഷിന്റെ സ്ക്രീൻ പ്രിന്റിംഗ് കടയുടെ അകത്ത് തന്നെ മാത്യുവിന്റെ ശവം കുഴിച്ചിട്ടുവെന്നും വാസു വെളിപ്പെടുത്തുന്നു. നൈസിയോട് കൊലപാതക വിവരം പോലീസിൽ അറിയിക്കാൻ താൻ തന്നെയാണ് ആവശ്യപ്പെട്ടതെന്നും വാസു പറയുന്നു. ഇതേ തുടർന്നാണ് നൈസി ഞായറാഴ്ച രാവിലെ വൈക്കം പോലീസിൽ പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആലുവ എടത്തലയിൽ നവജാത ശിശുവിനെ ഓട്ടോറിക്ഷയിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ മാതാപിതാക്കൾ അറസ്റ്റിൽ. ടാക്സി ഡ്രൈവറായ ഷഫീഖ്, ഭാര്യ സിലിജ എന്നിവരാണ് അറസ്റ്റിലായത്. 2 മക്കളുള്ള ഇവർ മൂന്നാമതൊരു കുട്ടി പിറന്നതിലുള്ള നാണക്കേട് മറയ്ക്കാനാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്ന് പോലീസിന് മൊഴി നൽകി. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മാതാപിതാക്കൾ അറസ്റ്റിലായത്. ടാക്സി ഡ്രൈവറായ ഷഫീഖിന്റെയും സിലിജയുടെയും മൂന്നാമത്തെ കുഞ്ഞാണ് ഉപേക്ഷിക്കപ്പെട്ടത്. 6 വയസ്സുള്ള ആൺകുട്ടിയും 1 വയസ്സുള്ള പെൺകുട്ടിയും ഇവർക്കുണ്ട്. മൂന്നാമത്തെ കുട്ടി ജനിച്ചതിലുള്ള നാണക്കേടാണ് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കാരണം. ഗർഭിണിയാണെന്ന വിവരം ആരെയും അറിയിച്ചിരുന്നില്ല. പ്രസവിച്ച വിവരവും ബന്ധുക്കളോ അയൽവാസികളോ അറിഞ്ഞിരുന്നുമില്ല. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെ വീട്ടിലായിരുന്നു പ്രസവം. പ്രസവ ശുശ്രൂഷകളെല്ലാം ഷഫീഖ് തന്നെ ചെയ്തു. എനിക്ക് 2 കുട്ടികളുണ്ട്. ആദ്യത്തെ കുട്ടിക്ക് 6 വയസ്സും രണ്ടാമത്തെ കുട്ടിക്ക് 1 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം രണ്ടാമത്തെ കുട്ടിക്ക് 1 വയസ്സായ ഉടനെ തന്നെ അടുത്ത കുട്ടി ഉണ്ടായാൽ നാണക്കേടാവും എന്ന് കരുതി 2 പേരും കൂടി ആലോചിച്ചാണ് ഈ കുട്ടിയെ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചത്. ഈ പ്രസവ ശുശ്രൂഷയൊക്കെ നടത്തിയത് മറ്റേ അവരുടെ വീട്ടിൽ വെച്ച് ഷെഫീഖ് തന്നെയാണ്. അതിനുശേഷം രാത്രി ഒരു 8 മണിയോടെയാണ് പ്രസവിച്ചത്. 12 മണിയായപ്പം ഷെഫീഖ് കൊണ്ടുപോയി വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം പാർക്ക് ചെയ്തിരുന്ന ബേബി എന്ന് പറയുന്ന ഓട്ടോറിക്ഷയിൽ കുട്ടിയെ പൊതിഞ്ഞ് ഉപേക്ഷിക്കുകയായിരുന്നു. പുലർച്ചെ വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച ശേഷം സിലിജയുടെ വീട്ടിലേക്ക് പോയി. അയൽവാസികളും ഓട്ടോറിക്ഷ ഡ്രൈവറും നൽകിയ സൂചനകളാണ് ഇവരെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. ചോദ്യം ചെയ്തപ്പോൾ സിലിജ കുറ്റം നിഷേധിച്ചുവെങ്കിലും വൈദ്യപരിശോധനയിൽ കുടുങ്ങുകയായിരുന്നു.
സിലിജയുടെ നിർബന്ധം മൂലമാണ് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഷഫീഖ് പോലീസിന് മൊഴി നൽകിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ വിവാഹം മാർച്ച് 29-ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കും. തൃശൂർ കുന്നത്തങ്ങാടി സ്വദേശി സന്തോഷാണ് വരൻ. വൈക്കത്തെ വീട്ടിൽ വിജയലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം നടന്നു. നേരത്തെ കൈരളി ടിവിയുടെ ഫീനിക്സ് അവാർഡ് വേദിയിലാണ് വിവാഹ വാർത്ത വിജയലക്ഷ്മി അറിയിച്ചത്. ഗായിക വൈക്കം വിജയലക്ഷ്മി വിവാഹിതയാകുന്നു. തൃശൂർ കുന്നത്തങ്ങാടി സ്വദേശി സന്തോഷാണ് വരൻ. മാർച്ച് 29-ന് രാവിലെ 9-നും 11:30-നും ഇടയ്ക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് വിവാഹം. ഇന്ന് വിജയലക്ഷ്മിയുടെ വൈക്കത്തെ വീട്ടിലാണ് വിവാഹ നിശ്ചയം നടന്നത്. കൈരളി ടിവി ഏർപ്പെടുത്തിയ ഫീനിക്സ് അവാർഡ് സ്വീകരിച്ച ശേഷമാണ് വിജയലക്ഷ്മി തന്റെ വിവാഹകാര്യം ആദ്യമായി ജനങ്ങളുമായി പങ്കുവച്ചത്. മലയാളത്തിന്റെ മഹാനടനിൽ നിന്നും അവാർഡ് ലഭിച്ചത് തന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ് നൽകുന്നതെന്നും അതുപോലൊരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് വിജയലക്ഷ്മി തന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. കുന്നത്തങ്ങാടിയിൽ നിന്നും സന്തോഷ് ചേട്ടനാണ്. ചേട്ടൻ സോപാന സംഗീതമൊക്കെ പാടും. ഈശ്വരഭക്തനാണ്. നല്ല സൂപ്പറാണ്. ഹോട്ടൽ മാനേജ്മെന്റ് പഠനശേഷം ബഹ്റൈനിൽ ജോലി ചെയ്തു വരുന്ന സന്തോഷിന്റെ ആലോചന വിവാഹ പരസ്യത്തിലൂടെയാണ് വന്നതെന്ന് വിജയലക്ഷ്മിയുടെ അച്ഛൻ മുരളീധരൻ പറഞ്ഞു. കാഴ്ചയ്ക്ക് വൈകല്യമുള്ള വൈക്കം സ്വദേശിനിയായ ഗായികയ്ക്ക് വരനെ തേടുന്നുവെന്ന പരസ്യം കണ്ട് നിരവധി ആലോചനകൾ വന്നിരുന്നു. അപേക്ഷകരിൽ നിന്നും ഭക്തനും സംഗീതപ്രേമിയുമായ സന്തോഷിനെ വിജയലക്ഷ്മിയും കുടുംബവും തിരഞ്ഞെടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മറുനാട്ടിൽ ഇഞ്ചി വിളയിച്ച് നേട്ടം കൊയ്യുകയാണ് കൊച്ചി സ്വദേശിയായ ആന്റണി. തമിഴ്നാട്ടിലും കർണാടകയിലുമായി 14 ഏക്കർ ഭൂമിയിലാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. ഔഷധം എന്നതിനൊപ്പം സുഗന്ധവ്യഞ്ജനം കൂടിയായ ഇഞ്ചിക്ക് ആവശ്യക്കാർ ഏറെയാണ്. അതുകൊണ്ടുതന്നെ ഇഞ്ചി കൃഷി ചെയ്യുന്നവരും അധികം പേരുണ്ട്. ഇവരിൽ ഒരാളാണ് AV ആന്റണി. എറണാകുളത്ത് ചെറുതായി തുടങ്ങിയ ഇഞ്ചി കൃഷിയിൽ നിന്നുള്ള മികച്ച നേട്ടമാണ് കൃഷി വ്യാപിപ്പിക്കാൻ കാരണം. ഇഞ്ചിക്ക് കൂടുതൽ വേണ്ടത് വെള്ളമാണ്. കേരളത്തിൽ വെള്ളത്തിൻ്റെ ലഭ്യതയുടെ കുറവും അതിനുള്ള കാലാവസ്ഥയും പറ്റിയ കാലാവസ്ഥ. സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയതിനു ശേഷം ഇപ്പോൾ സലീം രാജ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. പല പ്രാവശ്യം സരിതയുമായി സംസാരിച്ചു എന്ന സുപ്രധാനമായ മൊഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ളതാണ്. ഇത് താങ്കൾ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമാണ്. ഇല്ല, വിരുദ്ധമല്ല. എന്നോട് ഇന്നലെ ചോദിച്ചില്ല, ആദ്യമായിട്ട് ഇന്നാ ചോദിക്കുന്നത്. മറുപടി പറഞ്ഞേ ഉള്ളൂ. ഇല്ല, ആരും ചോദിച്ചിട്ടില്ല. ഹേമേന്ദ്രൻ ചോദിച്ചിരുന്നില്ലേ? ഇല്ല, ആരും ചോദിച്ചിട്ടില്ല. ഇല്ല, ഞാൻ പറയാനുള്ള കമ്മീഷൻ പറയാനുള്ള വിവരങ്ങളെല്ലാം കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, നിങ്ങളുണ്ടായിരുന്നു കമ്മീഷൻ, നിങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. That's all. ആറന്മുളയിലെ വിമാനത്താവള പദ്ധതി പ്രദേശത്തെ മണ്ണ് നീക്കം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. കേരളത്തിലെ ഗവൺമെന്റ് ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് നിയമനിർമ്മാണം ഉടനുണ്ടാകുമെന്നും ആറന്മുളയിൽ സന്ദർശിച്ച ശേഷം മന്ത്രി അറിയിച്ചു. ആറന്മുളയിൽ ആദ്യമായി സന്ദർശനം നടത്തുന്ന റവന്യൂ മന്ത്രി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുനഃസ്ഥാപിക്കുന്ന കരിമാരം തോടും ആറന്മുള ചാലും സന്ദർശിച്ചു. വിമാനത്താവള പദ്ധതി പ്രദേശത്ത് നിന്ന് ജില്ലാ ഭരണകൂടം തന്നെ മണ്ണെടുത്ത് നീക്കുന്ന സാഹചര്യത്തിൽ 84,000 ക്യൂബിക് മീറ്റർ മണ്ണും അധികം വൈകാതെ നീക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഹാരിസൺ ഉൾപ്പെടെ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള കേസുകളിൽ രാജമാണിക്യം റിപ്പോർട്ട് അനുസരിച്ച് നിയമനിർമ്മാണം ഉടനുണ്ടാകും. ഭൂമി കേസുകളിൽ കോടതികളിൽ ഏത് ഗവൺമെന്റ് പ്ലീഡർ ഹാജരാകുന്നു എന്ന് മന്ത്രിയെ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. സർക്കാരിന് അവകാശപ്പെട്ട ഏത് ഭൂമിയും സർക്കാരിൻ്റെതാക്കി മാറ്റും. ഇപ്പോൾ കണ്ടില്ലേ, വിമാനത്താവളത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള അഭിപ്രായങ്ങളും നിലനിന്ന് അതിനുവേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ നടത്തിയെങ്കിലും സർക്കാർ തീരുമാനിച്ചല്ലോ ഇവിടെ വിമാനത്താവളം ആവശ്യമില്ല. അത് മാത്രമല്ല, ഇവിടെ ഏറ്റെടുത്ത ഭൂമിയെ സംബന്ധിച്ച് അത് ഇൻഡസ്ട്രിയൽ ഏരിയ ആയി പ്രഖ്യാപിച്ച നടപടി എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു ഇതിൽ ഇത്ര വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇച്ഛാശക്തിയോടുകൂടി അതിൻ്റെ നടപടികളായി മുന്നോട്ട് പോകും. സംസ്ഥാനമൊട്ടാകെ ഭൂരഹിതരുടെ പ്രശ്നം സർക്കാർ പരിഹരിക്കുമ്പോൾ ചെങ്ങറയിലും ആറന്മുളയിലുമുള്ള ഭൂരഹിതരെയും പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മുൻ ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരനും ദേവസ്വം സെക്രട്ടറിയുമായ VS ജയകുമാർ ഉൾപ്പെട്ട തട്ടിപ്പ് കേസിലെ നിർണായക ഫയൽ അപ്രത്യക്ഷമായത് വിവാദമാകുന്നു. ഫയൽ കണ്ടെത്താൻ പുനരന്വേഷണം നടത്തണമെന്ന വിജിലൻസിന്റെ ശുപാർശയിൽ ദേവസ്വം ബോർഡ് നടപടിയില്ല. പമ്പയിലെ മെസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് ദുരൂഹ സാഹചര്യത്തിൽ പമ്പ ദേവസ്വം ഓഫീസിൽ നിന്നും അപ്രത്യക്ഷമായത്. മെസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് കണക്കുകൾ സംബന്ധിച്ച ഫയലുകൾ കാണാതായത്.
അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ത്വരിതാന്വേഷണം നേരിടുന്ന ദേവസ്വം ബോർഡ് സെക്രട്ടറിയും മുൻ ദേവസ്വം മന്ത്രിയുടെ സഹോദരനുമായ VS ജയകുമാർ പമ്പ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ നടന്ന തട്ടിപ്പിന്റെ ഫയലുകളാണ് കാണാതായത്. 2003-2004 വർഷം ഉത്സവകാലത്ത് പമ്പ മെസ്സിൽ നിന്നും ഭക്ഷണം കഴിച്ചവരുടെ കണക്കും ചെലവായ തുകയും അടങ്ങിയ മെസ്റ്റുറോൾ എന്ന ഫയലാണ് കാണാതായിരിക്കുന്നത്. പമ്പ സന്നിധാനം മെസ്സുകളുടെ നടത്തിപ്പുമായി VS ജയകുമാർ അടക്കം 4 പേർ പണം തട്ടിയതായി പത്തനംതിട്ട വിജിലൻസ് ഡിവൈഎസ്പി റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട നിർണായക ഫയലുകൾ അപ്രത്യക്ഷമായത്. എന്നാൽ പ്രസ്തുത ഫയൽ മാത്രം കത്തിപ്പോയതായാണ് VS ജയകുമാറും ദേവസ്വത്തിന്റെ ഉന്നതരും കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴി. ക്രമക്കേട് പുറത്താകാതിരിക്കാൻ പ്രതികൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഫയലിന്റെ തിരോധാനമെന്നതാണ് വിജിലൻസിന്റെ നിഗമനം. ഫയൽ കണ്ടെത്താൻ തുടരന്വേഷണം നടത്തണമെന്ന വിജിലൻസിന്റെ ആവശ്യത്തിന്മേൽ ഇനിയും ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചിട്ടില്ല. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ശബരിമല. കാസർഗോഡ് മിയാപദവിൽ ദുരൂഹ സാഹചര്യത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ ജില്ലാ പോലീസ് ചീഫിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 66 വയസ്സുള്ള ആയിഷുമ്മയുടെ മരണം സംബന്ധിച്ച് കുമ്പള ഇൻസ്പെക്ടർ മനോജിന്റെ നേതൃത്വത്തിലാണ് പോലീസിന്റെ അന്വേഷണം. ആയിഷുമ്മയുടെ ബന്ധുക്കളുടെ പീഡനമാണ് പെട്ടെന്നുള്ള മരണത്തിന് കാരണമെന്നാണ് ആരോപണം. മഞ്ചേശ്വരം മീഞ്ച ചിഗറുപ്പദവിലെ പരേതനായ തൊട്ടത്തോടി ആലിക്കുഞ്ഞിയുടെ ഭാര്യ 66 വയസ്സുള്ള ആയിഷയുടെ മരണത്തെ സംബന്ധിച്ച് നാട്ടുകാരും ബന്ധുക്കളും ഒരുപോലെ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. ഭർത്താവ് ആലിക്കുഞ്ഞി മരിച്ചതിനെ തുടർന്ന് മകൻ മുസ്തഫയോടൊപ്പമാണ് ആയിഷുമ്മ കഴിഞ്ഞിരുന്നത്. മർദ്ദനമേറ്റ പരിക്കുകളോടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ആയിഷുമ്മയെ അവിടെ നിന്നും മകൻ മുസ്തഫ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയ രാത്രിയിലാണ് മരണം സംഭവിച്ചത്. മകന്റെ ഭാര്യയും അവരുടെ സഹോദരിമാരും ആയിഷുമ്മയെ ശാരീരികമായി പീഡിപ്പിക്കുകയും പട്ടിണിക്കിട്ടിരുന്നതായും നാട്ടുകാരും ബന്ധുക്കളും ആരോപിക്കുന്നു. മരണപ്പെട്ട മണിക്കൂറുകൾക്കുള്ളിൽ ആയിഷുമ്മയെ കബറടക്കുകയും ചെയ്തു. മനുഷ്യാവകാശ പ്രവർത്തകനായ KF ഇക്ബാൽ നൽകിയ പരാതിയെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. കുമ്പള സർക്കിൾ ഇൻസ്പെക്ടർ VV മനോജാണ് പരാതി അന്വേഷിക്കുന്നത്. ദുരൂഹത എന്ന് പറയുമ്പോൾ മരണപ്പെട്ട് കബറടക്കം കഴിഞ്ഞതിന് ശേഷം അന്നേ ദിവസം തന്നെ ഈ മകനും മരുമക്കളെന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ സ്ഥലം വിട്ടിരുന്നു. വീട് പൂട്ടിയിട്ട് അവരെല്ലാം പോയത്. ഒരുപാട് മുറിവുകളും ചതവുകളും ഈ ശരീരത്തിൽ കണ്ടു എന്ന് പറയുന്നത് അത് ഇവിടെ ഈ മൃതദേഹം കുളിപ്പിച്ച സ്ത്രീകൾ പറയുന്നുണ്ടായിരുന്നു. ബന്ധുക്കളാരും ആദ്യഘട്ടത്തിൽ പരാതി നൽകാത്തതിനാലാണ് പോസ്റ്റ്മോർട്ടം ഇല്ലാതെ കബറടക്കം അനുവദിച്ചതെന്ന നിലപാടിലാണ് പോലീസ്. വിശദമായ അന്വേഷണത്തിന് ശേഷം ആവശ്യമെങ്കിൽ ജഡം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. ആയിഷമ്മയുടെ മകൻ മുസ്തഫയും കുടുംബാംഗങ്ങളും ഇപ്പോൾ വീട് പൂട്ടി സ്ഥലം വിട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ദിശയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും ലാപ്ടോപ്പ്, LCD പ്രൊജക്ടർ, കമ്പ്യൂട്ടർ എന്നിവയുടെ വിതരണം പൂർത്തിയായി. 7 പഞ്ചായത്തുകളിലായി നടന്ന ചടങ്ങിൽ KD പ്രസന്നൻ MLA ഇവ വിതരണം ചെയ്തു. ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കുതിപ്പ് ലക്ഷ്യമിട്ടാണ് ദിശ എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്ന പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടപ്പാക്കുന്നു. 7 ഗ്രാമപഞ്ചായത്തുകളിലെ 63 സ്കൂളുകളിലായി 26,464 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 36 LP, 15 UP, 12 ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കാണ് KD പ്രസേനൻ MLA ഫണ്ടിൽ നിന്ന് LCD പ്രൊജക്ടർ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകൾ എന്നിവ നൽകിയത്. പ്രാദേശിക വികസന ഫണ്ടായ 1 കോടി പൂർണ്ണമായും ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 46 ലക്ഷവും ദിശാ പദ്ധതിക്കായി ആദ്യ വർഷം ഉപയോഗിച്ചു. എല്ലാ ഗവൺമെൻറ് LP UP സ്കൂളുകൾക്കും അവരാവശ്യപ്പെട്ട വാഹനങ്ങൾ അനുവദിച്ചു. അതുപോലെ തന്നെ അത്യാവശ്യമായി കമ്പ്യൂട്ടർ സംവിധാനം കൂടുതൽ വേണം എന്നാവശ്യപ്പെട്ട 5 വിദ്യാലയങ്ങൾക്ക് 5 വീതം കമ്പ്യൂട്ടറുകൾ ഈ അധ്യയന വർഷം തന്നെ അനുവദിക്കുകയും ചെയ്തു. കൂടാതെ കെട്ടിടമില്ലാത്ത ഏക സർക്കാർ വിദ്യാലയമായി LP സർക്കാർ വിദ്യാലയമായി നിലനിൽക്കുന്ന ആലത്തൂരിലെ ഗവൺമെൻറ് LP സ്കൂളിന് 45 ലക്ഷം രൂപയും MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചു. റിസൾട്ട് മെച്ചപ്പെടുത്തുന്നതിനായി ജനുവരി മാസത്തോടെ ഗ്രാമീണ പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കും. കൂടാതെ സ്പെഷ്യൽ ക്ലാസുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്താനും പദ്ധതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നാടോടികൾ കെണിവെച്ച് പിടികൂടിയ 300-ലധികം നാട്ടുതത്തകൾക്ക് മോചനം. വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചു വിൽപ്പനയ്ക്കെത്തിച്ച തത്തകളെയാണ് തൃശൂരിൽ വനം വകുപ്പ് സ്വതന്ത്രമാക്കിയത്. വനം വകുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നാടോടികൾ വ്യാപകമായി പിടികൂടി വിൽപ്പനയ്ക്കെത്തിച്ച നാട്ടുതത്തകളെ കണ്ടെടുത്തത്. തൂവലുകൾ അരിഞ്ഞുമാറ്റിയ നിലയിലായിരുന്ന തത്തകളെ 2 മാസത്തോളം പരിചരിച്ച ശേഷമാണ് തുറന്നുവിട്ടത്. ധികം തത്തകളെയാണ് എൽത്തുരുത്ത് സെന്റ് അലൂഷ്യസ് സ്കൂളിൽ സ്വതന്ത്രമാക്കപ്പെട്ടത്.
വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ സേവ്യർ എൽത്തുരുത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തത്തകളെ സംരക്ഷിച്ചത്. 5 ഇനങ്ങളിൽപ്പെടുന്ന നാട്ടുതത്തകളെ നാടോടികൾ കൃഷിയിടങ്ങളിൽ കെണിയൊരുക്കിയാണ് പിടിച്ചത്. പക്ഷെ ഞങ്ങൾക്കിത് കൊല്ലം ഇത് പിടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിനെ കാട്ടിൽ വിടാറാണ് പതിവ്. കാട്ടിൽ വിടുമ്പോൾ തന്നെ തൂല് മുളയ്ക്കാത്തത് കുറെ ചത്തുപോവാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ 100-250 തത്തനെ ട്രാപ്പ് ചെയ്ത് പിടിച്ച് ഇതിനെ 2 മാസത്തെ വളർച്ച നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് വളർത്തി ഇതിനെ റിലീസ് ചെയ്യാൻ ഉദ്ദേശം. നാട്ടുതത്തകളെ പിടികൂടുന്നതും വളർത്തുന്നതും ശിക്ഷാർഹമാണെന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഇവയെ സ്കൂളിലെത്തിച്ച് സ്വതന്ത്രമാക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അസാധു നോട്ടുകൾ മാറിയെടുക്കാനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയപരിധി അവസാനിക്കാൻ 3 ആഴ്ച മാത്രം ശേഷിക്കെ സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ തൊണ്ടിമുതലായി സൂക്ഷിച്ചിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകളുടെ ഭാവി തൃശങ്കുവിലേക്ക്. നോട്ട് മാറ്റിയെടുക്കാനുള്ള കാലാവധി കഴിഞ്ഞ ശേഷം കോടതികളിൽ നിന്നും വിട്ടുകിട്ടുന്ന പണത്തിന്റെ കാര്യത്തിൽ ഇതുവരെ കേന്ദ്ര സർക്കാരോ റിസർവ് ബാങ്കോ നിലപാട് വ്യക്തമാക്കാത്തത് ആശങ്കയ്ക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ്. മോഷണ മുതലായും കൈക്കൂലിപ്പണമായി വിജിലൻസും CBIയും പിടിച്ചെടുത്ത പണവും ഹവാല പണവുമായൊക്കെ കേസിൽപ്പെട്ട് കിടക്കുന്ന കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനത്തെ വിവിധ കോടതികളിലുള്ളത്. അസാധുവായ 500 രൂപ, 1000 രൂപ എന്നിവയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കോടതികൾ കേന്ദ്ര ഉത്തരവിനായി കാത്തിരിക്കുകയാണ്. കോടതികളിൽ സൂക്ഷിച്ചിരിക്കുന്ന 500ന്റെയും 1000ന്റെയും നോട്ടുകൾ കേസ് തീരുന്ന മുറയ്ക്ക് കക്ഷികൾക്ക് തിരികെ ലഭിച്ചാലും ഗുണമുണ്ടാകുമോ എന്ന സംശയം ബാക്കിയാകുന്നു. പണം തൊണ്ടിമുതൽ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ എല്ലാ കീഴ്ക്കോടതികൾക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും കേസുകളുടെ ബാഹുല്യം കാരണം അത് നടക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട വസ്തുതയാണ്. കോടതിയിലെത്തുന്ന പണത്തിൽ ഏറെയും മോഷണ മുതലാണ്. ഇവ തൊണ്ടിമുതലായി രേഖപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റപത്രത്തിനൊപ്പം കോടതിക്ക് കൈമാറുകയാണ് സാധാരണ രീതി. വിചാരണ ആരംഭിക്കുന്നതുവരെ ട്രഷറി ചെസ്റ്റിൽ പണവും സ്വർണവും പോലുള്ള വിലപ്പെട്ട തൊണ്ടിമുതലുകൾ സൂക്ഷിക്കും. മോഷണത്തിനിരയായ വ്യക്തികൾക്കായിരിക്കും കേസ് തീരുന്ന സമയത്ത് മോഷണ മുതലുകൾ തിരികെ ലഭിക്കുക. അസാധു നോട്ട് പിൻവലിക്കാൻ 3 ആഴ്ച മാത്രമാണ് ശേഷിക്കുന്നത് എന്നിരിക്കെ ഇത്തരത്തിൽ കോടതികളിലിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഭാവിയാണ് തൃശങ്കുവിലായിരിക്കുന്നത്. വിചാരണ പൂർത്തിയാകുമ്പോൾ കക്ഷികൾക്ക് തുക നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരോ റിസർവ് ബാങ്കോ നിർദ്ദേശം നൽകാത്തതും പ്രതിസന്ധിയുടെ ആക്കം വർദ്ധിപ്പിച്ചിരിക്കുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.